അച്ഛന്റെ ഭരണകാലം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മകൾ അഴിക്കുള്ളിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. വീണ വിജയന് ചുറ്റും കുരുക്കുകൾ മുറുകുമ്പോൾ ആ മുഖ്യമന്ത്രി കസേരയിൽ ഒന്ന് നിവർന്നിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ് പിണറായി വിജയൻ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇഡിയും കേസെടുത്തേക്കും എന്ന റിപ്പോർട്ട് കൂടി വന്നപ്പോഴാണ് പണി അസ്ഥാനത്ത് തന്നെ കിട്ടിയെന്ന് ബോധ്യം വന്നിരിക്കുന്നത്. മകളുടെ കുരുക്കഴിക്കാൻ നോക്കിയിട്ടും അഴിയാത്ത സ്ഥിതിക്ക് കുരുക്കിന്റെ മറ്റേ അറ്റത്ത് അച്ഛനും തൂങ്ങേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. CMRLുമായി പണമിടപാട് സംബന്ധിച്ച SFOയോട് രേഖകൾ ED ആവശ്യപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. നേരത്തെ ED പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ കേസ് വരുമെന്നും ED പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ED കേസ് രജിസ്റ്റർ ചെയ്യും. SFOയുടെ രേഖകൾ കിട്ടിയ ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. PMLA ആക്ട് പ്രകാരമുള്ള കള്ളപ്പണ ഇടപാട് ഈ കേസിൽ നടന്നിട്ടുണ്ടെന്നും ED പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോഴായിരുന്നു ED പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ SFOയോട് ED രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കേസെടുത്തേക്കുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നത്. ED ഉദ്യോഗസ്ഥരെ ക്വാഡ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം മാസപ്പടി കേസിൽ SFOയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുള്ള CMRLന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഉച്ചയ്ക്ക് 2:30 ഹർജി പരിഗണിക്കുക. ഹർജിയിൽ SFOയ്ക്കും കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചിരുന്നു. നേരത്തെ വീണയെ പ്രതിയാക്കി SFOയുടെ കുറ്റപത്രം സമർപ്പിക്കുകയും ഇതിനെതിരെ ഹർജി സമർപ്പിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ED നടപടിക്കൊരുങ്ങുന്നത്. കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ഹർജിയും ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതിനു മുന്നോടിയായാണ് EDയുടെ പ്രാഥമിക അന്വേഷണ ഭാഗമായുള്ള തുടർ നടപടികൾ ഉണ്ടാകുന്നത്. കേസിൽ വീണയെ പ്രതി ചേർത്ത SFOയുടെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകിയിരുന്നു. സേവനം നൽകാതെ വീണ 2.7 കോടി രൂപ കൈപ്പറ്റി എന്നാണ് കുറ്റപത്രത്തിലെ ആരോപണം. വീണയുടെ എക്സാലോജിക് കമ്പനിക്കാണ് പണം നൽകിയിരിക്കുന്നത്. ഒരു സേവനവും നൽകാതെയാണ് അനധികൃതമായി പണം കൈപ്പറ്റിയിരിക്കുന്നതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. നേതാക്കൾക്ക് CMRL കോടികൾ നൽകിയെന്നും കണ്ടെത്തലുണ്ട്. വീണ, CMRL MD ശശിധരൻ കർത്ത, CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാർ എന്നിവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി ഉണ്ടായിരിക്കുന്നത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. CMRLനുമായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഇന്ന് കോടതിയിൽ ഹാജരായേക്കും. കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് CMRL ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ തുടങ്ങരുതെന്നും SFIOയുടെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയോ എന്ന് വ്യക്തമാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ED കൂടി കളത്തിലേക്ക് ഇറങ്ങുന്നതോടെ ഒന്ന് ഓടി ഒളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് മന്ത്രിയും വീണയുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസ് ഉള്ളത്. എന്തായാലും ഇനിയൊരു 3ാം പിണറായി സർക്കാർ ഉണ്ടോ ഇല്ലയോ എന്നതിൽ സംശയമുണ്ടെങ്കിലും വീണ അഴികൾക്കുള്ളിലേക്കെന്നതിൽ യാതൊരു സംശയവുമില്ല.